നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സമാധാനകരം ഉണ്ടാകുന്ന പക്ഷം യുക്രൈനിലേക്ക് സൈന്യം വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യയിൽ യുകെയും ഫ്രാൻസും ഒപ്പുവച്ചു. ചൊവ്വാഴ്ച പാരീസിൽ നടന്ന ചർച്ചകളിൽ കോalition ഓഫ് ദി വില്ലിംഗ് എന്ന കൂട്ടായ്മയിലെ രാഷ്ട്രതലവന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. യോഗത്തിന് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി കെ സ്റ്റാമറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാവിയിൽ റഷ്യൻ അധിനിവേശം തടയുന്നതിനായി യുക്രൈനിൽ മിലിറ്ററി ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന് യുകെയും ഫ്രാൻസും തീരുമാനിച്ചതായി സ്റ്റാമർ പറഞ്ഞു. ആയിരക്കണക്കിന് സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും വ്യക്തമാക്കി. സമാധാന ഉടമ്പടി നിലവിൽ വന്നാൽ യുദ്ധവിരാമം നിരീക്ഷിക്കുന്നതിൽ അമേരിക്ക നേതൃത്വം നൽകുമെന്ന നിർദ്ദേശവും ചർച്ചയിൽ ഉയർന്നു. ഇതിനിടെ യുക്രൈനിൽ വിദേശ സൈന്യം വിന്യസിച്ചാൽ അവയെ നിയമാനുസൃത ലക്ഷ്യമായി കാണുമെന്ന് റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ലേണർ ഡ്രൈവർമാർക്ക് തിയറി ടെസ്റ്റിനും പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിനും ഇടയിൽ കുറഞ്ഞതോ 3 മുതൽ 6 മാസം വരെ നിർബന്ധിത ഇടവേള വരുത്തുവാൻ സർക്കാർ ആലോചന. ഇന്ന് അവതരിപ്പിക്കുന്ന റോഡ് സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായാണ് നിർദ്ദേശം. ഇത് പൊതു ആലോചനയ്ക്ക് വിധേയമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് കൂടുതൽ പരിചയവും സുരക്ഷിതവുമായ ഡ്രൈവിംഗ് കഴിവും ഉറപ്പാക്കുന്നതിനാണ് ഈ നീക്കം. ഇതോടെ 17 വയസ്സ് തികഞ്ഞ ഉടൻ ലൈസൻസ് നേടുന്ന സാഹചര്യം അവസാനിക്കും. ഏറ്റവും ചെറുപ്പമുള്ള ഡ്രൈവർമാർക്ക് കുറഞ്ഞത് 17 വയസ്സ് 6 മാസം പ്രായമെങ്കിലും ആവശ്യമാകും. മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള നിയമപരമായ പരിധി കുറയ്ക്കുവാനുള്ള നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ റോഡ് അപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളും ഗുരുതര പരിക്കുകളും 65% വരെ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. യുകെയിൽ കടുത്ത തണുപ്പ് തുടരുന്നതിനിടെ കൂടുതൽ മഞ്ഞും ഐസും അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിലും സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിലും ഐസ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം സ്കോട്ട്ലൻഡിന്റെ വടക്കൻ ഭാഗങ്ങളിൽ മഞ്ഞും ഐസും സംബന്ധിച്ച മുന്നറിയിപ്പ് തുടരുമെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. മഞ്ഞുവീഴ്ചയും നിറയുപ്പും മൂലം തെന്നിവീഴൽ അപകടങ്ങളും പരിക്കുകളും ചില റോഡുകളിൽ ഐസി പാച്ചുകൾ രൂപപ്പെടുവാനുള്ള സാധ്യതയുമുണ്ടെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലൻഡിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ വിമാനവും റെയിൽ ഗതാഗതവും തടസ്സപ്പെടുവാനും വൈദ്യുതി മുടക്കമുണ്ടാകുവാനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും താപനില കൂടുതൽ താഴുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ യാത്രക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അസിസ്റ്റഡ് ഡൈയിങ് ബിൽ സമയബന്ധിതമായി പാസാക്കുന്നതിനായി ഹൌസ് ഓഫ് ലോർഡ്സ് എക്സ്ട്രാ ടൈം ആവശ്യപ്പെടുമെന്ന് ബില്ലിനെ പിന്തുണയ്ക്കുന്ന പ്രചാരണ സംഘങ്ങൾ അറിയിച്ചു. വൈകിയ സമയം വരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ യോഗം ചേരുകയോ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുക. നിശ്ചയിച്ച ദിവസങ്ങൾക്കുള്ളിൽ ബിൽ പാർലമെന്റിലെ എല്ലാ ഘട്ടങ്ങളും കടക്കില്ലെന്ന ആശങ്ക പിന്തുണക്കാർക്കിടയിൽ ശക്തമായതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം. സാധാരണ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ചർച്ചകൾ നീട്ടുക എന്നതാണ് ഒരു സാധ്യത. എന്നാൽ ഇത് യഹൂദ മതവിശ്വാസികളായ ചില പിയർമാരുടെ എതിർപ്പിന് കാരണമാകാം എന്ന ആശങ്കയുമുണ്ട്. ഹൌസ് ഓഫ് ലോർഡ്സ് പ്രമേയം അംഗീകരിച്ചാൽ എപ്പോൾ എത്ര സമയം കൂടി നൽകണമെന്ന കാര്യത്തിൽ പിയർമാർ തമ്മിൽ സ്വകാര്യ ചർച്ചകൾ ആരംഭിക്കും. എന്നാൽ ഇതിന് ലോർഡ്സിലെ വിവിധ പക്ഷങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ബില്ലിനെ എതിർക്കുന്നവർ പറയുന്നത് കൂടുതൽ സമയം അനുവദിക്കുവാൻ അവർ സമ്മതിക്കില്ല എന്നതാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും ആഷസ് ടെസ്റ്റിന്റെ 4ാം ദിനമായ ഇന്ന് ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സ് ആരംഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എന്ന നിലയിലാണ്. ജേക്കബ് ബെദേൽ, ബ്രൂക്ക് എന്നിവരാണ് ക്രീസിലുള്ളത്. ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് ഇന്ന് 567 റൺസിന് അവസാനിച്ചിരുന്നു. ശേഷം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായിരുന്നു. ആദ്യ ഓവറിലെ 5ാം പന്തിൽ മിച്ചൽ സ്റ്റാർക്ക് സാക്രാളിയെ LBW ആയി പുറത്താക്കിയിരുന്നു. ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷന്റെ 18ാമത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ജനുവരി 10 നടക്കും. ഹോൺചർച്ചിലെ ക്യാമ്പയിൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലണ്ടനിലെ മലയാളി സംഘടനകൾക്കിടയിൽ പ്രവർത്തന മികവ് കൊണ്ടും അംഗബലം കൊണ്ടും ശ്രദ്ധേയമായ എൽമ വിപുലമായ ആഘോഷങ്ങളാണ് പരിപാടിയുമായി ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത സിനിമ പിന്നണി ഗായകൻ അഫ്സലും ഗായിക ടസിയും ചേർന്ന് നയിക്കുന്ന മെഗാ ഗാനമേളയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. വിവിധ കലാ സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ പ്രശസ്ത ഷെഫ് ബിനീഷ് നേരിട്ട് തയ്യാറാക്കുന്ന ലൈവ് ഭക്ഷണ വിരുന്നും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. യുവതലമുറയ്ക്കായി പ്രത്യേക DJ നൈറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ജനുവരി 14 ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നു. രാവിലെ 7 മണിക്ക് നട തുറക്കലോടെയാണ് മഹോത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, ഗണപതി ഹോമം, ഉച്ചപൂജ എന്നിവയും
തുടർന്ന് 9:30 നട അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറന്ന് 5:30 മുതൽ വിശേഷാൽ അഭിഷേകം, പൂജ, ദീപാരാധന, സഹസ്രനാമാർച്ചന എന്നിവ ഉണ്ടാകും. തുടർന്ന് തത്വമസി ബജസ് ഗ്രൂപ്പ് യുകെയുടെ നേതൃത്വത്തിൽ ഭജനയും രമ്യ അരുൺകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും ഉണ്ടായിരിക്കും. രാത്രി ചടങ്ങുകളിൽ 9 മണിക്ക് അത്താഴ പൂജ, തുടർന്ന് പടിപൂജ, ഹരിവരാസനം എന്നിവയും 10 മണിക്ക് നട അടയ്ക്കലും നടക്കും. പൂജകൾക്ക് അഭിജിത്ത് താഴൂർമല ഹരിനാരായണൻ നമ്പീശർ കാർമ്മികത്വം വഹിക്കും. വെള്ളിയോട്ടയിലും അദ്രിത് വാസുദേവ് സഹകാർമ്മികത്വം വഹിക്കും. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായതോടെ ഇതുവരെ പുറത്തായത് 6.5 കോടി വോട്ടർമാർ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത്. 2.89 കോടി പേരാണ് യുപിയിൽ പുറത്തായത്. തമിഴ്നാടാണ് ഉത്തർപ്രദേശിന് തൊട്ടുപിന്നിൽ. 97 ലക്ഷം ആളുകളാണ് തമിഴ്നാട്ടിൽ പുറത്തുപോയത്. തൊട്ടുപിന്നിലുള്ള ഗുജറാത്തിൽ 74 ലക്ഷം പേരാണ് പുറത്താക്കപ്പെട്ടത്. പശ്ചിമബംഗാളിൽ 58 ലക്ഷം പേരും കേരളത്തിൽ 24 ലക്ഷം പേരുമാണ് പുറത്തായത്. രാംലീല മൈതാനിക്കടുത്ത് തുർക്ക്മാൻ ഗേറ്റിൽ ഒഴിപ്പിക്കുന്നതിനിടെ പുലർച്ചെ സംഘർഷം. അനധികൃത കയ്യേറ്റം ആരോപിച്ചായിരുന്നു ഒഴിപ്പിക്കൽ. പോലീസിന് നേരെ കല്ലേറുണ്ടായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു. സയ്യിദ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള ഒരു ഭാഗത്തെ ഒഴിപ്പിക്കലിനിടെയാണ് സംഘർഷമുണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം സ്വതന്ത്രം നൽകുവാൻ ബിജെപി. പാറ്റൂർ രാധാകൃഷ്ണൻ ആരോഗ്യകാര്യ സമിതി അധ്യക്ഷനാകും. അതേസമയം നികുതി അപ്പീൽ സമിതിയിലേക്ക് മത്സരം നടക്കും. ധനകാര്യ സമിതിയിൽ ബിജെപി ഭൂരിപക്ഷം ഉറപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ദ്വാരപാലക ശില്പക്കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി പറയുന്നത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയ ചിന്താശേഷിയിലും ഓർമ്മശക്തിയിലും യുവത്വം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.